ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് ഇന്നും ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് ചാലഞ്ചിൻ്റെ പേര് ഗൈസ് റോളിംഗ് അല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, ഇന്നത്തെ ചാലഞ്ചിൻ്റെ പേര് ഗസ്റ്റ് ആ സെലിബ്രിറ്റി ചാലഞ്ചാണ് ഗൈസ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തത് നമ്മളെ ഗസ്റ്റ് ആ മൂവി ചാലഞ്ചായിരുന്നു ഗൈസ്. ഗസ്റ്റ് മൂവി ചാലഞ്ച് ഗൈസ്. ഇന്ന് ഗസ്റ്റ് ആ സെലിബ്രിറ്റി ചാലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ് ഓക്കെ, നമുക്ക് തന്നെ ചാലഞ്ചിലേക്ക് കിടന്നേക്കാം ഗൈസ്. ഇപ്പോൾ ഞാൻ അവിടെ കുറേ സെലിബ്രിറ്റീൻ്റെ ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. കുറേ ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ണുകൾ മാത്രം അത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഇത് ആൻസർ കാണാൻ പറ്റും. പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്ത് നോക്കില്ല ഗൈസ്, അങ്ങനെ പറ്റിക്കൂല നിങ്ങളെ ഗൈസ്. ഓക്കെ, നമുക്ക് തന്നെ ആദ്യത്തെ ഫോട്ടോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ഗൈസ് ചാലഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഒരു സെലിബ്രിറ്റിൻ്റെ കണ്ണുകൾ മാത്രമേ കാണിക്കൂ. ആ കണ്ണുകൾ നോക്കിയിട്ട് നമ്മൾ പറയണം അതേത് സെലിബ്രിറ്റിയാണ് ഗൈസ്. സിമ്പിൾ ചലഞ്ചാണ് ഗൈസ്. ഇതിനകത്ത് ടഫ് ഉണ്ടായാൽ പെടും, നല്ല ഈസി ആണെങ്കിൽ നമുക്ക് വേഗം പറഞ്ഞു പോകാം ഗൈസ്. എനിക്ക് എന്തായാലും കുറേ സിനിമാടന്മാരതൊക്കെ അറിയാം. കണ്ണുകളൊക്കെ എനിക്ക് കണ്ണുകൾ തന്നെ മനസ്സിലാവും ഗൈസ്. ചിലവർക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ആദ്യത്തെ ഫോട്ടോ ഇനി അവിടെ കൊടുത്തേക്കാം ഗൈസ്. ആദ്യത്തെ ഫോട്ടോ ഗൈസ്, ഈ കണ്ണുകൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ ഗൈസ്. നമ്മുടെ തലവതി വിജയല്ലേ ഗൈസ് ഇത്? ഓക്കെ ഗൈസ്, ഞാൻ വിജയാണ് ഉറപ്പിക്കാൻ പറയാം ഗൈസ്. വിജയനെ നമുക്ക് ആൻസർ നോക്കാം. ഗൈസ് തലപതി വിജയ് തന്നെയാണ് ഗൈസ്. ഗൈസ് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയായിരിക്കും ചാലഞ്ച് പോവുക. ഗൈസ് ഇപ്പോൾ വിജയൻ്റെ കണ്ണുകൾ കാണിച്ച് നമ്മൾ ഗസ് ചെയ്തു, കറക്റ്റാണ് ഗൈസ്. ഗൈസ് നമുക്ക് ഒരു പോയിൻ്റ് ഉണ്ട് ഗൈസ്, അത് നോട്ട് ചെയ്ത് നോക്കണം ഗൈസ്. നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ആയിരുന്നു ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത സെലിബ്രിറ്റി നോക്കാം ഗൈസ്. ഗൈസ് മറ്റേ റൊണാൾഡോ. എനിക്ക് ആദ്യം കൺഫ്യൂഷനായി, ഇതേത് കണ്ണ് ഗൈസ്. നമുക്ക് റൊണാൾഡോ ആണ് ഗൈസ്. നമുക്കങ്ങനെ ലോക്ക് ചെയ്യാം. ആയിരിക്കും റൊണാൾഡോ. ആൻസർ നോക്കാം. ഗൈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഗൈസ്. നമുക്കങ്ങനെ അടുത്ത ഫോട്ടോ ഗൈസ്. ഇത് ഈസി അല്ലേ? ടഫൊന്നുമില്ലേ? നോക്കാം നമുക്ക്. ചിലപ്പോൾ ടഫൊക്കെ വരാം, പറയുകയിൽ ഗൈസ് ടഫൊക്കെ വരാൻ പറ്റും ഗൈസ്. ഒക്കെ നമുക്കതിനെ അടുത്ത് നോക്കാം ഗൈസ്. ഇതാരാ ഗൈസ്? ഇത് മറ്റേ ഏതോ ഇംഗ്ലീഷ് നടനാണെന്ന് തോന്നുന്നു ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ ഫോണിൽ ഇതൊക്കെ കാണിക്കുന്നത് ഗൈസ്. നമുക്ക് ഫോൺ ഇവിടെ വെക്കാം ഗൈസ്. എനിക്കിത് കിട്ടുന്നില്ല ഗൈസ്, ഇത് കുറച്ച് ടഫാണ് ഗൈസ്. ഈ കണ്ണുകൾ ആരതാണെന്ന് കിട്ടുന്നില്ല ഗൈസ്. ഇത് ആരെ കണ്ണാണെന്ന് കിട്ടുന്നില്ല ഗൈസ്. കിട്ടുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇല്ലേ? ഇവാൻ വുക്കുമനോവിച്ചാ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് കഴിഞ്ഞ കാലത്തെ. അയ്യോ ഗൈസ്, കണ്ണ് കണ്ടിട്ട് മനസ്സിലായില്ല ചേട്ടാ, സീരിയസ്ലി മനസ്സിലായില്ല. ഓ ഗൈസ്, കണ്ണ് നോക്കാം അങ്ങനെ തന്നെ ഗൈസ്. ഇവാൻ വുക്കുമനോവിച്ചായിരുന്നു ഗൈസ്. നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം ഗൈസ്. ഇത് സിമ്പിൾ ഗൈസ്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരൻ്റെ ഫോട്ടോ ആണ് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. അതെ ഗൈസ്, നയൻതാരനെ കറക്റ്റ് ഗൈസ്. നമുക്കതിനെ അടുത്ത ഫോട്ടോയിലേക്ക് പോകാം ഗൈസ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഗൈസ്. നമ്മുടെ ഷാറൂഖ് ഖാൻ ഏതൊരു പുതിയ പടം ഇറക്കുന്നുണ്ടല്ലോ. ഷാറൂഖ് ഖാനും അക്ഷയ് കുമാറും ആണ് ഗൈസ്. പുതിയ പടം ഇറക്കുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഗൈസ്. ഓക്കെ, ഷാറൂഖ് ഖാൻ ശരിയാണ് എന്ന് തോന്നുന്നു ഗൈസ്. നോക്കാം. ഗൈസ് ഷാറൂഖ് ഖാൻ തന്നെ ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം ഗൈസ്. വയസ്സായ ആളാ ഗൈസ്. നരേന്ദ്രമോദി അല്ലേ ഗൈസ്? നമ്മൾ മോദി ഗൈസ്. ആൻസർ നോക്കാം ഗൈസ്. കറക്റ്റ് ഇട്ടാ നരേന്ദ്രമോദി ഗൈസ്. ആദ്യമൊക്കെ കണ്ടപാട് തിരിഞ്ഞിട്ടാ, പിന്നെ ഒരു കണ്ട് പരിചയമുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായി ഗൈസ്. അങ്ങനെ മനസ്സിലായി. അയ്യോ ഗൈസ്, അടുത്ത ഫോട്ടോ നോക്കാം. ഓ ഗൈസ്, ഇത് ഓരോ ആക്ട്രസ് ആണ് ഗൈസ്. എനിക്ക് കിട്ടി കീർത്തി സുരേഷ് ഗൈസ്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. ഗൈസ് കീർത്തി സുരേഷിനെ ഗൈസ്. നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. അടുത്ത ഫോട്ടോ ഞാൻ വേറെ ആൽബത്തിലിട്ടിട്ടുള്ള ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഓക്കെ, കിട്ടി ഗൈസ്. അടുത്ത ഫോട്ടോ ഗൈസ്. നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ്? എൻ്റെ ക്യാമറ അടക്കം ഫുള്ള് ഉറുമ്പ്
ഗൈസ് പണി കിട്ടിയ ഉറുമ്പ് വന്നു ഗൈസ്. ഓക്കെ, ഇത് ഏത് ആക്ടറാണ് നിങ്ങൾ ഗസ് ചെയ്യൂ. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഗൈസ്. നമുക്ക് ആൻസർ അറിയാം, രജനികാന്താണ് ഗൈസ്. ഇത് നമുക്ക് ആൻസർ നോക്കാം. ഗൈസ് ഇതേ സിനിമ ഇത് പേട്ടയിലാണെന്ന് തോന്നുന്നത് ഗൈസ്. ഗൈസ് അടിപൊളി സിനിമ പേട്ട ഗൈസ്, രജനികാന്ത് ഗൈസ്. നമുക്ക് അടുത്ത ഏത് സെലിബ്രിറ്റി നോക്കാം ഗൈസ്. മോഹൻലാൽ ഗൈസ്. മനസ്സിലായി ഗൈസ്, ഇത് സിമ്പിളാണ് ഗൈസ്. ഞാൻ വിചാരിച്ച കുറച്ച് ടഫലുണ്ടാവുന്നത് ഗൈസ്, മൊത്തം സിമ്പിളാണ് ഗൈസ്. മോഹൻലാലിൻ്റെ മാർച്ച് 27 എമ്പുരാൻ റിലീസ് ആയി ഗൈസ്. ഞാൻ കാണാൻ പോകുക ഗൈസ്. കാണാൻ പോകുന്ന വ്ളോഗ് ഞാൻ ചാനലിൽ ഇടാം ഗൈസ്. എമ്പുരാൻ കാണാൻ പോകുന്നത് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം, മോഹൻലാൽ തന്നെ ഗൈസ്. കറക്റ്റ് മോഹൻലാൽ തന്നെ ഗൈസ്. നമുക്ക് അടുത്ത സെലിബ്രിറ്റി നോക്കാം ഗൈസ്. വീഡിയോ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുറേ നമ്മളെ ആക്ടറിൻ്റെ സെലിബ്രിറ്റി ഗൈസ്. റൊണാൾഡോയിലും വന്നിട്ട് അത് ആക്ടറല്ലല്ലോ ഗൈസ്, ഫുട്ബോൾ പ്ലെയർ. സെലിബ്രിറ്റിയാണ് ഗൈസ്, ആക്ടർ മാത്രമല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടാവും. മൊത്തത്തിൽ സെലിബ്രിറ്റി കുറേ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതും 6 മിനിറ്റ്, ഇപ്പം കൃത്യം 6 മിനിറ്റ് ആവുന്നത്ര. നമുക്ക് അടുത്ത നോക്കാം ഗൈസ്. ഈ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ട് മറന്നിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. എനിക്കറിയില്ല ഗൈസ്, പറയാൻ കഴിയില്ല ഗൈസ്. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ, അല്ല ഗസ് ചെയ്തിട്ട് കാര്യമില്ല, സിപ്പേർ ആൻസർ കിട്ടും ഗൈസ്. നമുക്കൊന്ന് നോക്കാം. ഈ കണ്ണുകൾ എവിടെയോ കണ്ട് പരിചയമുണ്ട്, പക്ഷേ ഗൈസ് പുരികത്തിന് ഇങ്ങനെ ഒരു വെട്ട് കണ്ടോ, അങ്ങനെ വെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആക്ടറാണോ ചെറിയ സംശയമുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഇത് ലാസ്റ്റത്തെ സെലിബ്രിറ്റി ഗൈസ്. നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ഗൈസ്, ലാസ്റ്റത്തെ സെലിബ്രിറ്റിയാണ് ഗൈസ്. ഞാൻ പറയാൻ പറ്റായി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെലിബ്രിറ്റിയാണ് ഗൈസ് ഇത് ഗൈസ്. നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ്? ഇത് കിട്ടുന്നില്ല ഗൈസ്. ആ കണ്ണുകൾ കണ്ടോ ഗൈസ്? കിട്ടുന്നില്ല ഗൈസ്. ഒക്കെ നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. കിട്ടുന്നില്ല ഗൈസ്. ഞാൻ മറ്റേ വിവാഹം വിക്കുമെന്ന് വെച്ച് നമുക്ക് കിട്ടിയില്ല. ഇതായിരുന്നു നോക്കാം. വിരാട് കോഹ്ലിയാ ഗൈസ്. ആ കണ്ണുകൾ ഗൈസ് കറക്റ്റ്, ആ കണ്ണ് തന്നെ ഗൈസ്. വിരാട് കോഹ്ലിനെ കിട്ടി ഗൈസ്. നമ്മൾ ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ ഗൈസ്, അല്ല ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് തോന്നുന്നു ഗൈസ്. വിരാട് കോഹ്ലിനെ കിട്ടിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്? വിരാട് കോഹ്ലി ആയിരുന്നു ഗൈസ്. അതെന്തോ എവിടെയോ കണ്ടും മറന്നൊരു അതിലുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ സെലിബ്രിറ്റി ഒക്കെ ഗൈസ് നമുക്ക് കുറേ സെലിബ്രിറ്റി ഇപ്പോൾ നമ്മൾ ഗസ് ചെയ്തു ഗൈസ്. അതിനകത്ത് 2 മാത്രമേ തെറ്റിയിട്ടു. ഇവാൻ ബുക്കുമണേച്ചും വിരാട് കോഹ്ലി. ബാക്കി ആദ്യത്തെ വിജയിൻ്റെ നമ്മൾ കറക്റ്റാക്കി, റൊണാൾഡോൻ്റെ കറക്റ്റാക്കി, നയൻതാറിൻ്റെ കറക്റ്റാക്കി, ഷാറൂഖ് ഖാൻ, മോദി, കീർത്തി സുരേഷ്, പിന്നെ രജനികാന്ത്, മോഹൻലാൽ, പിന്നെ വിരാട് കോഹ്ലിൻ്റെ നമുക്ക് ആക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ എത്ര നമുക്കിനി എത്ര സെലിബ്രിറ്റിനെ എടുത്തിനറിയാം? 1 2 3 4 5 6 7 8 9 10 സെലിബ്രിറ്റി ഉണ്ടായിരുന്നു ഗൈസ്. 10 ഒക്കെ 2 കിട്ടിയിട്ടില്ല ഗൈസ്. 8 ശരിയാക്കിയില്ല ഞാൻ ഗൈസ്. ഇന്നത്തെ ചാലഞ്ചിങ് വീഡിയോ ഇത്രയുള്ള ഗൈസ്. പുതിയ നല്ല ചാലഞ്ചിങ് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് ഞാൻ പിന്നെ ഗൈസ് നമ്മുടെ ചാനലിൽ പ്ലാന്റ് കെയറിംഗ് എന്നൊരു വ്ളോഗ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ചിലപ്പം ആ വ്ളോഗ് ഇട്ടതിന് ശേഷമായിരിക്കും ഗൈസ് ഞാൻ ഈ ചാലഞ്ച് ഇടുക. നിങ്ങളത് കണ്ടതിന് ശേഷമായിരിക്കും ഇതും കാണുക ഗൈസ്. അങ്ങനെ ആയിരിക്കും, ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇടുക ഗൈസ്. ഇപ്പോൾ സമയം ഉച്ച ഗൈസ്, ചോറുങ്ങാൻ പോലെ 2:08 ഗൈസ്. ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.